സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും കാരണം 3 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസം 80 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. 315 പേർ നിരീക്ഷണത്തിലാണ്. പനി ബാധിതരുടെ എണ്ണവും ഉയർന്നു തന്നെയാണ്. വിവരങ്ങൾ രാഹുൽ ജി നാഥ് പങ്കുവയ്ക്കും. രാഹുൽ, ഗുഡ് മോർണിംഗ്. പനി ബാധിതരുടെ എണ്ണം നമ്മൾ എന്നും പറയുന്നു, എന്നാണ് ഈ എണ്ണത്തിൽ കുറവ് വന്നു എന്ന് പറയാനാവുക എന്ന ഒരു ആഗ്രഹത്തിലാണ് രാവിലെ തുടങ്ങുന്നത് തന്നെ. വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? എന്തായാലും ഈ മാസം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം തുടക്കത്തിലും അത്തരത്തിലൊരു കുറവുണ്ടായെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത്. കാരണം ഇപ്പോൾ ഈ മരണനിരക്ക് കൂടുന്നു, അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഈ മരണനിരക്ക് കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് 3 പേരാണ് മരിച്ചത്. അതിൽ ഡെങ്കിപ്പനി ബാധിച്ച് തിരുവനന്തപുരത്ത് വെൺപകൽ നഗരൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 2 പേർ മരണപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് 2 ഡെങ്കി മരണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പിന്നീട് എലിപ്പനി ജീവനെടുത്തത് തൃശ്ശൂർ പൂങ്കുളത്തെ ഒരാളാണ് ഇത്തരത്തിൽ എലിപ്പനി ബാധിച്ച് മരിക്കുന്നത്. എലിപ്പനി മരണമാണ് ഏറ്റവും പ്രധാനമായി ഒരാശങ്കയായി നിൽക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പനി വന്നാൽ 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാം, അല്ലെങ്കിൽ ആദ്യം മരുന്ന് കഴിക്കാമെന്ന നിലപാടെടുക്കരുത്. കാരണം ഈ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ മരുന്ന് ഡോക്സിസൈക്ലിനൊക്കെ ആദ്യ 48 മണിക്കൂറിൽ കഴിച്ചില്ലെങ്കിൽ പിന്നീടത് വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്കും മരണത്തിലേക്കും നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പനി ലക്ഷണങ്ങൾ വന്നാൽ ആദ്യം തന്നെ രക്തപരിശോധന ഉൾപ്പെടെ നടത്തി അത് എന്ത് തരം പനിയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സാ പ്രോട്ടോക്കോളിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം പകർച്ചപ്പനി മാത്രമല്ല, എലിപ്പനിയും വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. നിലവിൽ എന്തായാലും പനിബാധിതരുടെ എണ്ണം 11,000-ലധികമാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ 2,000-ലധികമാണ് എല്ലാ ദിവസവും പനിബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ആശങ്ക ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും സ്വയം പ്രതിരോധത്തിൽ തുടങ്ങുക. ഒപ്പം ആരോഗ്യ വകുപ്പ് പനി ക്ലിനിക്കുകളുമായി സജീവമായി രംഗത്തുണ്ട്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പനിയുടെ കണക്കുകൾ കുറഞ്ഞു വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രത്യേക പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഈ നിർമ്മാർജ്ജന മാർഗങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം.